മാസപ്പടി കേസിൽ വമ്പൻ ലിസ്റ്റാണ് സംഭവിക്കാൻ പോകുന്നത്. വീണയെ ഒരുപക്ഷെ മാപ്പ് സാക്ഷിയാക്കും. അതായത് വീണയ്ക്കൊന്നും അറിയില്ല, എല്ലാം മറ്റാർക്കോ വേണ്ടി ചെയ്തതാണ് എന്ന നിഗമനത്തിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് എങ്കിൽ CMRലും പിണറായി സർക്കാരും തമ്മിലുള്ള ബന്ധമെന്ത്? എന്തിനാണ് സാമ്പത്തിക സഹായം പിണറായി സർക്കാരിന് CMRL ചെയ്തത്? ഈ ചോദ്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ കുരുക്ക് മുറുകുന്നത് വീണയ്ക്കല്ല, വിജയനാണ്. അങ്ങനെയാണ് എങ്കിൽ കൊച്ചിയിലേക്ക് വീണ്ടും വരിക വീണയായിരിക്കുമോ വിജയനായിരിക്കുമോ? അല്ല, വീണ വിജയനൊപ്പം പിണറായി വിജയനും കൂടി വന്നാലോ? അങ്ങനെയുള്ളൊരു സാധ്യത തള്ളിക്കളഞ്ഞൂടാ. കാരണം വീണ വിജയൻ 2 തവണ ഇഡിക്ക് മുമ്പിൽ ഹാജരാക്കി നൽകിയ അപ്പോൾ കൊടുത്ത മൊഴിയുണ്ടല്ലോ, ഈ മൊഴിയൊക്കെ തന്നെ ഇഡി ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. പരസ്പര ബന്ധമില്ലാത്ത അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ മൊഴികളാണ്. മാത്രമല്ല, വീണ പറഞ്ഞ പല കാര്യങ്ങളും സാങ്കേതികമായിട്ട് ശരിയല്ല. എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി എന്ത് സേവനമാണ് ഈ CMRL നൽകിയത് എന്ന് ചോദിക്കുന്നതിന് വീണ കൃത്യമായി വ്യക്തമായിട്ട് ഉത്തരം നൽകുന്നില്ലല്ലോ. അപ്പോൾ ഇഡി ചോദിക്കുന്നത്, ഒരു സേവനവും നൽകിയില്ലെങ്കിൽ പിന്നെ CMRL എന്തിന് നിങ്ങൾക്ക് പണം നൽകി? ഏതൊക്കെ സോഴ്സിൽ നിന്ന് ആ പണം എത്തി? ആ പണം വീണ മറ്റേതെങ്കിലും മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതായത് മറ്റ് ബിസിനസ്സിലേക്ക് പണം തിരിച്ചു വിട്ടിട്ടുണ്ടോ? അതായത് HDFCയുടെ തിരുവനന്തപുരത്തെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ മുതലാണ് ഇഡിക്ക് പുതിയ സംശയം തോന്നി തുടങ്ങിയത്. അതായത് വീണയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് വഴി വലിയ ട്രാൻസാക്ഷനൊക്കെ നടന്നിരിക്കുന്നു. ഈ ട്രാൻസാക്ഷൻ നടക്കുന്നു എന്ന് മാത്രമല്ല, നേരത്തെ ഉള്ളതുപോലെ ഏതെങ്കിലും ഒരു പേപ്പർ കമ്പനി, എക്സാലോജിക് എന്ന് പറയുന്ന ഒരു പേപ്പർ കമ്പനിയാണ്, അതിന് സമാനമായിട്ട് മറ്റെന്തെങ്കിലും കമ്പനികൾ രൂപീകരിച്ചു. അങ്ങനെ കമ്പനി രൂപീകരിച്ചെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ചില ഇടപാടുകൾ അവിടെ നടന്നു. ആ ഇടപാട് ആര് നടത്തി? വീണ പറഞ്ഞു, ഞാൻ നടത്തിയില്ല. അപ്പോൾ വീണ നടത്തിയില്ലെങ്കിൽ വീണയുടെ അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻ എങ്ങനെ നടന്നു? അപ്പോൾ മറ്റാരോ ഇതിനൊക്കെയുള്ള ചരട് വലിച്ചു. ആ ചരട് വരിയുടെ കൃത്യമായ അന്വേഷണം ചെന്ന് നിൽക്കുന്നത് ഒരുപക്ഷെ പിണറായി വിജയനിലേക്കാണോ? സംശയമുണ്ട്. കാരണം നേരത്തെ പറയുന്നത് പോലെ ഈ വീണ വിജയൻ ഇഡിക്ക് മുമ്പിൽ ഹാജരാകുമ്പോഴോ അല്ലെ ഇഡിയുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിൽ ഹാജരാകുമ്പോഴോ ഒന്നും CPM നേതാക്കൾ പ്രതികരിക്കുന്നില്ലല്ലോ. അതായത് പിണറായി വിജയന്റെ പതനം കാത്തിരിക്കുന്ന കുറേ അധികം നേതാക്കൾ CPMനുള്ളിൽ തന്നെയുണ്ട്. അവർ പറയുന്നത് കാത്തിരുന്ന് കാണാം, വരുന്നിടത്ത് വെച്ച് കാണാം, ഇനി നമ്മൾ ആരെയും പ്രതിരോധിക്കാൻ വേണ്ട. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഡൽഹിയിൽ പോയി. തിരിച്ചിങ്ങോട്ടേക്ക് വിമാനത്തിൽ യാത്ര ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടാതെ വിമാനം പറന്നു വരുന്നു. 5 മണിക്കൂർ ഡൽഹിയിലെ വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് കഴിയേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. 10 വർഷം മുഖ്യമന്ത്രിയുടെ സകല സൗഭാഗ്യങ്ങളോടും കൂടി കഴിഞ്ഞിരുന്ന ഒരാളെ അവിടുത്തെ കേരള ഹൗസിലെ ജീവനക്കാർ, ഇൻഡിഗോ വിമാന കമ്പനിയിലെ ജീവനക്കാർ എല്ലാവരും തന്നെ കൈവിട്ട അവസ്ഥ. അങ്ങനെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് പിണറായി വിജയൻ അത് സംഭവിച്ചെങ്കിലോ ആ ജോലിയിലുണ്ടായിരുന്ന മുഴുവൻ പേരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞേനെ. അപ്പം തൻ്റെ അധികാര പരിധികളൊക്കെ നഷ്ടമായി തുടങ്ങിയെന്ന് പിണറായി വിജയൻ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇഡിയുടെ മുമ്പിലേക്ക് താൻ അകപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് എന്തിനാണ് തൻ്റെ പേരിൽ ഈ പറയുന്ന ചില വകുപ്പുകൾ വന്നുപെട്ടത്? അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നിയന്ത്രണം എന്തിന് പിണറായി ഏറ്റെടുത്തു? വ്യവസായ മന്ത്രി കൈകാര്യം ചെയ്താൽ പോരെ? ഈ പറയുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡും CMRL എന്ന് പറയുന്ന കമ്പനിയും തമ്മിൽ ഒരുപാട് വ്യവഹാരങ്ങൾ നിലനിന്നിരുന്നു. അതായത് CMRL പറയുന്ന പല കാര്യങ്ങൾക്കും അംഗീകാരം കൊടുക്കാത്തത് ഈ പറയുന്ന കമ്പനിയായിരുന്നു, അതായത് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. പിന്നീട് വന്നപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒരുപാട് അനുമതി നൽകി കാണും. അങ്ങനെ അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ കരിമണൽ ഇടപാടിലൂടെ കോടികൾ ആര് സമ്പാദിച്ചു? ഈ CMRLന്റെ ഉടമ സമ്പാദിച്ചു. ഇത് സംബന്ധിച്ച കാര്യങ്ങൾ CMRL കമ്പനിയുടെ ഉടമയായ കരിമണൽ കർത്തയുടെ അല്ലെങ്കിൽ ശശിധരൻ കർത്തയുടെ മക്കളെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവർ ഇഡിക്ക് മൊഴി നൽകി കാണും. അവരെന്തിനാണ് മറച്ചു വെക്കുന്നത്? തങ്ങൾക്ക് കിട്ടിയ ലാഭവിഹിതത്തിൻ്റെ ഇത്ര രൂപ സേവനം നൽകി എന്ന പേരിൽ എക്സാലോജിക് കമ്പനിക്ക് ഞങ്ങൾ നൽകി. വീണ എടുത്ത് ചോദിക്കുന്നു, എന്തിനാണ് ഇത് നൽകിയത്? വീണ പറയും, ഞങ്ങൾ എക്സൽ ഷീറ്റ് തയ്യാറാക്കിയതിനാണ്. മറ്റേവർ പറയും, ഞങ്ങൾക്ക് വഴിവിട്ട് സഹായം ചെയ്തു തന്നതിന് ഞങ്ങൾ അവർക്ക് സഹായം കൊടുത്തു, അതുകൊണ്ട് ആദായ നികുതി വകുപ്പിൽ നിന്ന് വരെ ഞങ്ങൾക്ക് ഇളവ് ലഭിച്ചു. ഈ കാര്യങ്ങൾ പറയുമ്പോൾ പിണറായി വിജയൻ ഇതിന് മറുപടി പറയേണ്ടി വരും. അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അന്ന് വഴിവിട്ട സഹായങ്ങൾ ഈ പറയുന്ന CMRL കമ്പനിക്ക് നൽകിയോ ശശിധരൻ കർത്തയ്ക്ക് നൽകിയോ? അതിനുള്ള പ്രത്യുപകാരമാണോ വീണ വിജയൻ്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ ട്രാൻസാക്ഷൻ നടത്തിയത്? മാത്രമല്ല UAEയിലെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുകയല്ല, സ്റ്റോപ്പ് ചെയ്തു. അത് സ്റ്റോപ്പ് ചെയ്തത് മാത്രമല്ല, അവിടുത്തെ ഡേറ്റ സ്റ്റോറേജിൽ നിന്ന് പോലും ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ഒരുപാട് സംശയങ്ങളാണ്. അതായത് ഇനി 29-ാം തീയതി, അതായത് ഇന്നായിരുന്നു വീണ വിജയൻ അവിടെ ഹാജരാകേണ്ടത്. അതിനൊരു ദിവസം മുമ്പേ ഹാജരായി. അതുകൊണ്ട് ജൂലൈ മാസത്തിൽ ഒരു ഡേറ്റ് കൊടുക്കും, അന്ന് വീണ ഹാജരാകും. അതായത് 3-ാം തവണ വീണ ഹാജരാകുമ്പോൾ വീണ ഒറ്റയ്ക്കായിരിക്കുമോ? അന്ന് പിണറായി വിജയൻ കൂടെ അവിടെ എത്തേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ ലോകം മുഴുവൻ, മലയാളികളുള്ള സ്ഥലമുണ്ടല്ലോ, അവർ മുഴുവൻ ഉറ്റുനോക്കുന്നൊരു ചോദ്യം. അതിനാരെയും നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. ഈ വിജയനെ സമൻസ് അയക്കും എന്നൊക്കെയുള്ള ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്.
ED കൊച്ചിയിലേക്ക് വിളിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അതൊരു വലിയ ഒരു എന്താ പറയാ കോളുകളൊക്കെ സൃഷ്ടിക്കും. പ്രത്യേകിച്ച് 10 വർഷം പിണറായി ജീവിച്ചതും ഭരിച്ചതും എങ്ങനെയാണ് എന്നുള്ളത് കേരള ജനതയ്ക്ക് മുഴുവൻ അറിയാം. ശാപവാക്കുകൾ കൊണ്ട് പിണറായിയെ പൊതിഞ്ഞ അമ്മമാരുണ്ട്. നെഞ്ചു തല്ലിക്കരഞ്ഞ് സ്വന്തം മക്കളുടെ SFI ഗുണ്ടകൾ കാരണം മരണപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങളുടെ അമ്മമാരുണ്ട്. അങ്ങനെ ഒരുപാട് പേർ ആനുകൂല്യങ്ങൾ കിട്ടാതെ ഇപ്പോഴും മഴവെള്ളങ്ങളിൽ ചോർന്നൊലിക്കുന്ന വീടുകളിൽ കിടക്കുന്ന അമ്മമാരുണ്ട്. അപ്പൊ ഒരുപാട് പേരുടെ ശാപം ഈ പിണറായിയുടെ തലയ്ക്ക് മുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. പലരും പറയുന്നത് പോലെ അയ്യപ്പൻ കളിച്ചു തുടങ്ങി, അതാണ് സർക്കാർ ഇറങ്ങിയ ഉടനെ ദയനീയമായ തോൽവി. മകളെ 2-3 തവണ മകളെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് ED ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിന് അവർക്ക് ഉത്തരം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോഴാണ് വഴിത്തിരിവായി വീണയുടെ വായിൽ നിന്ന് തന്നെ അച്ഛനും CMRL തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലപ്പുറം മൂന്നാമതൊരാൾ കൂടി ഇതിലുണ്ട് എന്ന് നമ്മളല്ല പറയുന്നത്, മനോരമ പത്രത്തിൽ വന്ന വാർത്തയാണത്. EDയിൽ നിന്ന് അവർക്ക് സൂചന കിട്ടിക്കാണും, അതായിരിക്കും അങ്ങനെ എഴുതുന്നത്. എന്തായാലും അത്തരം ചില നീക്കങ്ങളിലേക്ക് ED കടക്കുമ്പോൾ അതൊരു പക്ഷേ പല അഴിമതികളും വെളിയിൽ വരുന്ന കാര്യങ്ങളിലേക്കായിരിക്കും പോകുന്നത്. ഈ കരിമണൽ കർത്ത എന്ന് പറയുന്നത് നിസ്സാരക്കാരനായ ഒരാളല്ല. അയാള് ഒരുപാട് പേരെ രാഷ്ട്രീയത്തിലും പിന്നെ എന്താ പറയുക പല മേഖലയിലുള്ള ഒരുപാട് പേരെ സ്വാധീനിച്ച ഒരാളാണ് കരിമണൽ കർത്ത. കാരണം അയാൾ കൊടുത്തതിനൊക്കെ തെളിവായി ഡയറിയിൽ കൃത്യമായ വിവരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിയുടെ പേര്, VD സതീശന്റെ പേര്, ഒരു മാധ്യമത്തിന്റെ മുതലാളിയുടെ പേര്, രമേശ് ചെന്നിത്തലയുടെ പേര്, അങ്ങനെ ഒരുപാട് പേരുടെ പേരുകളുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്, ഒരു പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നവരാണ്. ഇനി പിണറായിക്ക് അത് കൊടുത്തു. പിണറായി മുഖ്യമന്ത്രിയാണ്. പിണറായി മുഖ്യമന്ത്രിയാകുമ്പോൾ പിണറായിക്ക് കൊടുക്കുന്നത് ഒരു പക്ഷെ അയാളുടെ വ്യവസായങ്ങൾ സ്മൂത്തായി പോകാനായിരിക്കും. അതിലൊരു ഇടപെടലുകൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകാതിരിക്കാനായിരിക്കും. അതൊക്കെ നമുക്ക് സമ്മതിക്കാം. ഇപ്പൊ VD സതീശന് കൊടുത്തതോ കുഞ്ഞാലിക്കുട്ടിക്ക് കൊടുത്തതോ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും പത്ര മുതലാളിമാർക്ക് കൊടുത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് കൊടുത്തതൊക്കെ നമുക്ക് അംഗീകരിക്കാം, അത് ഇയാളുടെ ഇതിനു വേണ്ടി. പക്ഷേ പ്രാഥമിക അംഗത്വമില്ലാത്ത, പാർട്ടിയിൽ ഒരു ബന്ധവുമില്ലാത്ത, പാർട്ടിയെക്കുറിച്ച് ഒരു വിവരവുമില്ലാത്ത ഒരാളാണ് വീണ വിജയൻ. വീണ വിജയന് ഒരു പേപ്പർ കമ്പനി തുടങ്ങിയതിന് എന്തിനാണ് ശശിധരൻ കർത്ത 100 രൂപ 200 രൂപയല്ല 2.78 കോടി രൂപയാണ് കൊടുത്തത്. അതെന്തിനാണ് കൊടുത്തത് എന്നുള്ള ചോദ്യം അച്ഛനെ സ്വാധീനിക്കാനാണോ, അതോ ഇനി അതുവഴി കുടുംബത്തിലുള്ള മറ്റാരെങ്കിലും സ്വാധീനിക്കാനാണോ? കാരണം ഭർത്താവിന്റെ കയ്യിൽ പൊതുമരാമത്ത് വകുപ്പുണ്ട്, അച്ഛന്റെ കയ്യിൽ സംസ്ഥാനം മുഴുവനുണ്ട്, പിന്നെ പല ഇതും കാണുമല്ലോ, ഇവർക്ക് പല ഇടപാടുകളും ബന്ധങ്ങളും ഒക്കെ കാണുമല്ലോ. സ്വാഭാവികമായും ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം വീണയിൽ നിന്ന് കിട്ടിയില്ല എങ്കിൽ വിജയനെ സമൻസ് അയക്കും, പിണറായി വിജയനെ സമൻസ് അയക്കും. ഇപ്പൊ തന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറണം. കോടിയേരി ബാലകൃഷ്ണൻ മകന്റെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കേസ് വന്നപ്പോൾ സ്വയം പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു. അതുപോലെ പിണറായിയും അത്തരത്തിൽ സ്വമേധയ ധാർമ്മികമായ ഉത്തരവാദിത്വ രാഷ്ട്രീയത്തോട് കാണിക്കണം, പാർട്ടിയോട് കാണിക്കണം എന്നൊക്കെയുള്ള രീതിയിലേക്ക് പാർട്ടി പ്രവർത്തകർ തന്നെ, ലോക്കൽ കമ്മിറ്റി, കേന്ദ്ര കമ്മിറ്റി ഒക്കെ അതിലൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല PB യോഗത്തിൽ പോലും ഗോവിന്ദൻ മാഷും പിണറായിയും പറഞ്ഞ കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കണ്ട എന്ന തരത്തിൽ വരെ ചർച്ചകൾ നീണ്ടു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും 3ാം തവണ ED വിളിപ്പിക്കുന്നത് വിജയനെ ആയിരിക്കുമോ എന്ന സംശയം പാർട്ടി അണികൾക്ക് മുഴുവനുണ്ട്, പാർട്ടി നേതാക്കൾക്ക് മുഴുവനുണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് പിണറായി മാറി നിൽക്കണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും പിണറായി വിജയനെ കൂടി ഒരു തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു കഴിഞ്ഞാൽ CPM-ലെ നേതാക്കൾക്കിടയിൽ തന്നെ വലിയ അഭിപ്രായ ഭിന്നത കൃത്യമായിട്ട് രൂപപ്പെടും. അത് പക്ഷേ പിണറായി വിജയനെ രക്ഷിക്കാൻ CPM നേതൃത്വം തന്നെ ഇറങ്ങി വരില്ല. കാരണം ഈ ചതിച്ച പണം അല്ലെങ്കിൽ ഈ വഴിവിട്ട രീതിയിൽ സമ്പാദിച്ച പണം പിണറായി വിജയൻ ഒറ്റയ്ക്കാണത് കൈകാര്യം ചെയ്തതെങ്കിൽ, പാർട്ടിക്ക് പോലും കൊടുക്കാതെ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ പാർട്ടിക്കുള്ളിൽ ഇത്രയും നാൾ കെട്ടിപ്പൊക്കി ഇമേജ് മുഴുവൻ തകർന്നു തരിപ്പണമാവും. ഒരു കാര്യം ഉറപ്പാണ്, വീണ വിജയനെ ഒറ്റയടിക്ക് അറസ്റ്റ് ചെയ്യാൻ ED താല്പര്യപ്പെടുന്നില്ല. ഈ കേസിൽ CMRL-നും അതുപോലെ എക്സാലോജിക്കിനും ഇടയിൽ പാലമായി വർത്തിച്ച ഏതോ ഒരാൾ, അത് പിണറായി വിജയനാകാം, X or Y ആകാം, ആരായാലും അവരിലേക്ക് അന്വേഷണം എത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും.